തേവലക്കര സ്കൂളിലേക്ക് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. മാനേജ്മെന്റിനെ പുറത്താക്കണം, മാനേജറെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണിപ്പോൾ മഹിളാ മോർച്ച നടത്തുന്നത്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഒരു വശത്ത് മിഥുന്റെ മരണത്തിലുള്ള അനുശോചന യോഗം ആ സ്കൂളിൽ നടന്നിരിക്കുന്നു. ഇപ്പോൾ മാനേജ്മെന്റിന്റെ വീഴ്ചയിൽ ഒരു നടപടിയും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. മാനേജറെ അറസ്റ്റ് ചെയ്യണമെന്നടക്കം പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, വിശദാംശങ്ങൾ. സ്മൃതി, രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമെന്നുള്ള ഒരു വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പോലീസ് വലിയ സുരക്ഷയും ഇവിടെ ഒരുക്കുകയും ചെയ്തു. റോഡിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത്. ആദ്യം ആ പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അവരെ അത് തടഞ്ഞു. പിന്നീട് ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാനും ശ്രമിച്ചു. നേരത്തെ ഇവിടെ ആവശ്യപ്പെടുന്നത് മാനേജറെ പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. അതായത് CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് തേവലക്കര ബോയ്സ് സ്കൂൾ. ഈ സ്കൂളിൽ എല്ലാം തന്നെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ളൊരു ആരോപണമുണ്ട്. ഇതിൽ ആകെ ഇരയാക്കിയത് ഹെഡ് മിസ്സസിനെ മാത്രമാണ്. ഹെഡ് മിസ്സസ് സുജയെ ഇത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് മാത്രം പോരാ, മാനേജറെയും മാനേജ്മെൻറ്റിനെ ഉൾപ്പെടെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായിട്ട് സ്കൂളിലേക്ക് എത്തിയത്. ഒപ്പം BJP പ്രവർത്തകരും, നൂറുകണക്കിന് BJP പ്രവർത്തകരും ഉണ്ട്. പോലീസ് ഇവരെ തടയാനും ശ്രമിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ വലിയൊരു വീഴ്ചയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു 13-കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ സ്കൂളിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഒരു ഷോക്കേറ്റ് ഒരു 13-കാരൻ മരിക്കുന്ന പ്രതിഷേധം അവിടെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമൊക്കെ വനിതാ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.